നീ ഒന്ന് വിളിച്ചോടാ. തനി കമലാക്ഷമ്മയുടെ മണം. അവളെങ്ങനെ ഇപ്പോ? നീ അടുത്തെങ്ങാനും? നല്ല കാര്യായി. ഒരു ബീഡി കൊടുത്ത പാട്ടും പാടിയിരുന്ന പാർട്ടിയായിരുന്നു. സാരിയും സ്പ്രേയും ഡണ്ണിലും ഒക്കെ കൊടുത്ത് നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചു. എന്നെയൊന്നും അവൾക്കിപ്പോ പിടിക്കില്ല. അവൾക്കിപ്പോ ദുബായ് വേണം, ദുബായ്. വേറെ എന്തൊക്കെയുണ്ടോ വിശേഷം? എന്ത് വിശേഷം എനിക്കൊക്കെ? ഒക്കെ പഴയ പോലെ തന്നെയാ. നമ്മുടെ ഗോപാലേട്ടൻ പട്ടി കടിച്ച് മരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്ന്? ഒരു 2 ആഴ്ചയായി. കഷ്ടായി. പട്ടിയാണോ സുശീലെടുത്തിയാണോ കടിച്ചതെന്ന് അറിയില്ല. ഏതായാലും കുരച്ചു ചത്തു. പാവം. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആയിട്ടില്ലല്ലോ. ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. ആരായനെ അവർക്കൊക്കെ ഉള്ളത്? നീയൊക്കെ ഇല്ലടാ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ. അതാ പിന്നെ അവർക്ക് ആകെ കൂടി ഒരു സമാധാനം. ജോണേട്ടാ, ഒരു ഉഗ്രം സാധനത്തിന് ജോണേട്ടന്റെ അപ്പൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. എങ്ങണ്ടാ? കൊറേ കാലം കഴിഞ്ഞ് മരുഭൂമിന്ന് വരികയല്ലേ, അപ്പനറിയാടാ അതിന്റെ ഒക്കെ ഒരു വിഷമം. ഒന്നുമില്ലെങ്കിലും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ മൂപ്പരും. തള്ളയാ സത്യം. കഴിഞ്ഞ തവണ വന്നപ്പോഴും അതെ, എങ്ങാണ്ടൊന്നും ഒരു വലിയ പിടിച്ചോണ്ടിരിക്കുന്നു. ഈ അപ്പനെ കൊണ്ട് തോറ്റു. വെറുതെ ഇവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നത്. ഒരു സയൻസും ഇല്ലാത്ത പാർട്ടീസ്. കുഴപ്പമില്ല ജോണേട്ടാ, 17 വയസ്സുള്ള തള്ളയാ. കാലിങ്ങനെ വെക്കുന്നതില് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പുള്ളി അത് വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്താ ജോണിയേട്ടാ എന്റെ വിസയുടെ കാര്യം? ഒക്കെ ശരിയാവിടാ. പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിന്റെ സ്പോൺസർ അറബി ലണ്ടനിലേക്ക് പോയിരിക്കുക ഹണിമൂണിന്. അയാൾ വന്നിട്ട് വേണം. സമയമെടുക്കും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് തന്നെയാ പറഞ്ഞത്. 2 കൊല്ലായില്ലേ ജോണിയേട്ടാ? നീ ദോശച്ചട്ടിയിൽ മാവ് പിടിച്ച മാറി കിടന്ന് പിടയ്ക്കാടാ. ഇതിനൊക്കെ സമയമെടുക്കുന്നേ. കാശെങ്ങനത്താ ജോണിയേട്ടാ? ഒന്ന് നിർത്തിക്കേ. ഗോപിട്ടല്ലേ ഇത്? എന്ത് പറ്റി ഗോപിട്ടാ? ജോണിയോ? ഒന്നും പറയണ്ട ജോണി. ഗോപിയുടെ വീട്ടിലേക്കല്ലേ? ഇത് കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. നീ ശരിയായി കൊണ്ടുവന്നാ മതി. എവിടുന്ന ഫയലുകളൊക്കെ ആയിട്ട്? മുല്ലശ്ശേരി വില്ലേജ് ഓഫീസിന് വരിക. ഇൻസ്പെക്ഷൻ ഉണ്ടായി. എങ്ങനെ? ഗോപിയുടെ സുഖാണോ? എന്ത് സുഖം ജാണി, ഫയലിൽ മുങ്ങി മരിക്കാനല്ലേ എന്റെയൊക്കെ യോഗം. ഗോപിയേട്ടനെ പോലുള്ളവരാ ഭാഗ്യം ചെയ്തവര്. നാട്ടിലൊരു ജോലി, അതും തഹസീൽദാര്. ഒരു പ്യൂണായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വലിച്ചെറിഞ്ഞ് നാട്ടിൽ വന്നേനെ. വീട് പട്ടിണിയായപ്പോ ഒരു ഗതിയില്ലാതെ പോയതല്ലേ. എന്തായാലും എന്താ, എത്തിപ്പെട്ടില്ലേ? മാസം കൂടുമ്പോ ആയിരങ്ങൾ വരാല്ലോ. ഇവിടത്തെ പ്രസിഡന്റിനേക്കാൾ ശമ്പളം ഉണ്ടാവില്ലേ എന്തായാലും. അതിനറവുകളുടെ തെറിയും കേൾക്കണം. പിന്നെ മരുഭൂമിയിലെ ചൂടും. വന്ന് നോക്കിയാലേ അറിയൂ ഗോപിയേട്ടാ അതിന്റെ ഒരു രസം. ഗോപിയേട്ട വലിക്കില്ലേ? ഇതൊക്കെ കണ്ട ആരാ വലിച്ചു പോകാത്തത്? ജോണി പോയിട്ടിപ്പോ ഒരു 3 കൊല്ലമായിട്ടുണ്ടാവില്ലേ? 3 അല്ല 5. അതിനിടയ്ക്ക് ഒരിക്കലും നാട്ടിലൊന്ന് പോയി അല്ലേ? അത് വെറുതെ വിസ മാറ്റാൻ വന്ന. അത് ശരി. ഗോപിയേട്ടൻ എന്നാ സർട്ടിഫിക്കറ്റ് തന്ന കാരണം നല്ലൊരു ജോലി കിട്ടി. അവർ തന്നെ വിസയിൽ തന്നു. ഇപ്പൊ എന്തിലാ? ഒരു ഓയിൽ കമ്പനിയില്ല. ജോലി
ഗോപിട്ട് ഇറങ്ങില്ലേ? ഞാൻ ഇവിടെ ഇറങ്ങാം. ഒന്നിടത്തൊന്നു. ജോണി വീട്ടിലേക്ക് ഇറങ്ങില്ലേ? ആ ഇറങ്ങാം. ഗോപിട്ട് വെച്ചോളൂ. എന്താ അച്ഛ? അതെ എനിക്ക് താച്ച. അതെ എനിക്ക് താച്ച. എനിക്ക് താച്ച. അതെ എനിക്ക് താച്ച. അതെ എനിക്ക് താച്ച. അത് സിഗരറ്റാണ്, അതെ എനിക്ക് താച്ച. കുട്ടികൾക്കുള്ളതല്ല. പോയി കളിക്ക്. അമ്മയുടെ കുളിക്കുക. കഴിയാറായോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. പത്മാവതി, ചായ കൂട്ടിട്ടുണ്ടോ? ഉണ്ട്, അടുക്കളയിൽ ഇരിപ്പുണ്ട്. നിന്റെ കുളി ഇപ്പൊ തീരുവോ? ഇല്ല, തൈലം തേച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാ വരുന്നു. എന്താ? ഒന്നുമില്ല. ഇല്ല ചേച്ചി, വെറുതെ പറയാ. ഞാൻ വയലിലും ചവിട്ടിയിട്ടില്ല. ഈ ചെക്കിന് എന്ത് നുണയാ പറയുന്നത്? പിന്നെ ഞാൻ മതി മതി കളിച്ചത്. ഒരു പഠിക്ക്. നീ വരിയനാ ചേച്ചിയാ. നീ തോറ്റ് തിന്നാൻ പാടിയേ പൂ പാടണം. തണുത്തരം ഞാനിപ്പോ പോയിട്ട് പഠിക്കടാ. അല്ല, എവിടുന്നേ വിദേശി? ജോണി തന്നതാ. ഏത് ജോണി? നമ്മുടെ വർഗീസ് ചേട്ടന്റെ മോനെ. ചകിരിക്കാരൻ വർഗീസ് ചേട്ടന്റെയോ? നീ ഇപ്പൊ ചകിരിക്കാരൻ വർഗീസ് ചേട്ടൻ പറയരുത്. അതൊക്കെ പണ്ട്. ഇന്ന് ആ ജോണിയുടെ കയ്യില് നിന്നെ വിലക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ട്. അവനിപ്പോ എവിടെയാ? ദുബായിലാ. എന്നാ വന്നത്? ഇന്ന് അവൻ വന്ന കാറിലാ ഞാനിവിടെ എത്തിയത്. ആണോ? ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, ശവപ്പെട്ടി പോലൊരെണ്ണം. അതിലെന്തൊക്കെയാണെന്ന് ദൈവം കണ്ടു. നല്ല സാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താ നോട്ടമുണ്ടോ? ഒന്ന് പോന്നേ. വല്ല നസ്രാണിപ്പിള്ളയുടെ കയ്യിൽ നിന്നും സാരി വാങ്ങാൻ ഇരിക്കില്ലേ ഞാൻ? നാണോ ഇല്ലല്ലേ നിങ്ങൾക്ക്? ആ, അതിനെന്താ, നമ്മുടെ വർഗീസ് ചേട്ടന്റെ മോനല്ലേ. പോരാത്തതിന് ഞാനാ അവന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഒന്നും നോക്കണ്ട, കിട്ടിയാ നിന്റെ ഭാഗ്യമാണെന്ന് വെച്ചോ. ഭാഗ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വാറോലെ നോക്കി ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും
ആ സുധനൊന്ന് അയച്ചു കൊടുക്കാൻ? അന്നത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അബുദാബിയില്ല. അവൻ എന്റെ സ്വന്തം അമ്മാവിന്റെ മോനാ. ഞാൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കില്ല. എന്താ ചെയ്യാ? യോഗം വേണ്ടേ? ഈ തഹസിൽദാരുടെ പണിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ ഉടുക്കാൻ ഒരു നല്ല സാരി ഉണ്ടോ എനിക്ക്? നല്ല മീൻകൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലമായി. നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. എടീ, വിസയ്ക്കൊക്കെ 10ഉം 15ഉം കൊടുക്കണം. സുധനായാലും കൊള്ളാം, ബുധനായാലും കൊള്ളാം. പിന്നെ ഈ ജോണിയൊക്കെ കാശ് കൊടുത്തിട്ടാ പോയത്? എടീ, അവൻ കള്ളലാഞ്ചിന് പോയതാ. എങ്ങനെയായാലും എന്താ, അങ്ങനെ ആണുങ്ങള്. ശരിയാ. പ്രസാദം പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും പോടാ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അച്ചായം പഠിക്കാന്നല്ല, ചിത്രം വരയ്ക്ക. മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. മര്യാദയ്ക്ക് അവിടെ നിന്ന് പഠിക്കേ, ഇല്ലെങ്കിൽ പോട്ട് വരും ഞാൻ. വജ്രത്തിലും കഠിനമായ പൂവിലും മൃദുവായിടും പഠിക്കുന്നില്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങി. അറിഞ്ഞിടുവതാരഹോ. നിങ്ങൾക്ക് ജോണി ഒന്ന് ചെന്ന് കണ്ട് ഒരു വിസ ശരിപ്പെടുത്തി കിട്ടുമോ എന്ന് ഒന്ന് അന്വേഷിച്ചൂടെ? ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് അതൊക്കെ വേണോ? പിന്നെ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ല. എന്ന് നിനക്ക് തോന്നുന്നല്ലേ? നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ലെന്നേ.